എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന രാവിലെ ചായയും പത്രവും ഒക്കെ ആയിട്ട് ബാലേന്ദ്രൻ്റെ റൂമിലോട്ട് ചെല്ലുവാണ്. വാതിലെ മുട്ടുമ്പോൾ ബാലേന്ദ്രൻ വന്ന് വാതിൽ ഉറക്കും. എഴുന്നേറ്റിട്ടില്ലായിരുന്നു, ആകെ ക്ഷീണമാണ് മുഖത്തിന്. ഒന്നും മിണ്ടാതെ നേരെ പോയി കട്ടിലയിലിരിക്കുക. അന്നേരം അച്ഛൻ എന്താ താഴോട്ട് വരാതിരുന്നത്? സാധാരണ താഴെ വന്നിരുന്ന പത്രം വായിക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്സാഹം തോന്നിയില്ല എന്ന് പറയുന്നു. എന്നിട്ട് ആ പത്രവും മേടിക്കും ചായയും മേടിക്കും കേട്ടോ. അപ്പോൾ ഒരു കൈ ചായ ഉള്ളതുകൊണ്ട് പത്രം മറ്റേ ഒരു കൈ കൊണ്ടാണ് നിവൃത്തുമൊക്കെ ചെയ്യുന്നത്. അന്നേരം ഈ ബുദ്ധിമുട്ട് കാണുമ്പോൾ ഇങ്ങോട്ട് ഞാൻ നിവൃത്തി തരാം എന്ന് പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയും, വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം, ഇനി അങ്ങോട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടത്, അതുകൊണ്ട് സഹായം വേണ്ട എന്ന് പറയുന്നു. എന്നിട്ട് അതിലെ വാർത്തകൾ ഇങ്ങനെ വായിക്കുവാണെങ്കിൽ അലീന പറയുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല. അന്നേരം അലീന ആ പത്രം അങ്ങ് പിടിച്ച് മേടിക്കും. അന്നേരം അലീന, നീ ഈ കാണിക്കുന്ന ധിക്കാരോ ആട്ടോ എന്ന് പറയുമ്പം, ഞാനല്ലേ ഇതിവിടെ കൊണ്ട് തന്നത് എന്ന് ചോദിക്കും. അന്നേരം നീ ഇതിനകത്ത് മേടിച്ചതും കാട്ടിക്ക് എന്നിങ്ങനെ ഇത്തിരി ദേഷ്യത്തോടെ പറയുവാണ്. അന്നേരം അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അന്നേരം ബാലേന്ദ്രൻ ദേഷ്യത്തോടെ പറയുവാണ്, ഞാൻ സ്ഥാപിച്ചു വെച്ചിരുന്ന ഒരു കാര്യമാണ് നീ ഇന്നലെ നിഷേധിച്ചത്, അത് ആരോട് ചോദിച്ചിട്ടാണ് നീ ചെയ്തത്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുന്നു. അന്നേരം അലീന ചോദിക്കും, അച്ഛാ, ഞാൻ അച്ഛൻ്റെ മകളാണ് എന്ന് പറഞ്ഞു, അത് നേരാ, പക്ഷേ അച്ഛന് അവിഹിതത്തിൽ ഒരു പെൺകുഞ്ഞ് ഉണ്ട് എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമാണോ? കല്യാണത്തിന് മുമ്പ് ഒരു സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടാകുക, അതിൽ ഒരു കുഞ്ഞുണ്ടായത് അറിയാതിരിക്കുക, പിന്നീട് ഓർഫനേജിലുണ്ടെന്നറിഞ്ഞ് അതിനെ കല്യാണം കഴിച്ച് താമസിക്കുന്ന വീട്ടിലേക്ക്, ഭാര്യയും മക്കളുമുള്ള വീട്ടിലേക്ക് കൊണ്ട് താമസിപ്പിക്കുക, ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ല, അതൊന്നും ഒരു അഭിമാനം തോന്നുന്ന കാര്യവുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞത്, അതും ഞാൻ രോഹിത്തിനോട് മാത്രമേ പറഞ്ഞുള്ളായിരുന്നു എന്നും പറയുന്നു. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, എന്തിനാ ഒരുപാട് പേരോട് പറയുന്നത്, ഒരാളോട് പറഞ്ഞാൽ മതിയല്ലോ, ബാക്കിയുള്ളവർ അറിഞ്ഞോളൂല്ലോ എന്ന് പറയുന്നു. അന്നേരം അലീന പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും അറിയണം. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും അച്ഛന് ആത്മാഭിമാനത്തോടെ നട്ടലുയർത്തി എല്ലാവരുടെയും മുമ്പിൽ നിൽക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. അച്ഛൻ്റെ മകളാണ് ഞാൻ എന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പേരുടെ മുമ്പിൽ അച്ഛനെ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം എന്നിങ്ങനെ വിഷമത്തോടെ പറയുക. അന്നേരം ബാലേന്ദ്രൻ പറയും, അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലായിരുന്നു എന്ന്. അന്നേരം അലീന പറയും, പക്ഷേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരും അറിയണം എന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു. അതുപോലെ ഞാൻ ഈ സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ അച്ഛൻ്റെ മക്കൾ ആരും അച്ഛനെ വെറുക്കുകയില്ല, അവർ അച്ഛനെ സ്നേഹിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അവരുടെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവരിപ്പം തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇന്നലെ ബബിത എന്നോട് അത് വന്ന് ചോദിച്ചപ്പം എനിക്ക് ആകെ വിഷമം തോന്നി, ഞാൻ അവളെ കള്ളത്തരം പറഞ്ഞ് പറ്റിച്ചു എന്ന് അവൾക്ക് തോന്നി എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമൊക്കെ അവൾക്കിപ്പോൾ ഉണ്ട്, അതുകൊണ്ട് അച്ഛൻ അങ്ങനെ ഒന്നും ചിന്തിക്കില്ലേ എന്ന് പറയുവാണ്. അങ്ങനെ ബാലേന്ദ്രൻ ഭയങ്കര വിഷമത്തോടെ പറയുവാണ്, എന്നാലും ഞാൻ എൻ്റെ മകളായി നിന്നെ സ്നേഹിച്ചതാണ്, എന്നിട്ട് ഞാൻ നിൻ്റെ അച്ഛനല്ല എന്ന് നീ തന്നെ പറഞ്ഞു, അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം നീ അല്ലായിരുന്നു എന്നെ താങ്ങി നിർത്തിയിരുന്നത്, എന്നിട്ട് നീ എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ എന്നും അച്ഛൻ്റെ മകൾ തന്നെയാണ്, ഞാൻ ആദ്യമായിട്ട് അച്ഛന്ന് വിളിച്ചത് ആരെയാ, ഈ അച്ഛനല്ലേ, ആ സ്നേഹവും ഇഷ്ടവും ഒക്കെ എന്നും എനിക്ക് കാണും, എന്നെ അന്യായിട്ട് കാണരുത് എന്ന് പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് ഞാൻ മാത്രം കരുതിയാൽ പോരല്ലോ, ബാക്കിയുള്ളവരോട് അങ്ങനെ ചിന്തിക്കണ്ടേ, അതല്ലേ നീ തകർത്തത് എന്ന് ചോദിക്കുമ്പം, അത് സാരമില്ല, ഞാൻ എന്താണ് എന്നുള്ളത്, ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ളതും അച്ഛനറിയാലോ, ഞാൻ ഒന്നിനും വേണ്ടിയല്ല ഇങ്ങോട്ട് വന്നത് എന്ന് എൻ്റെ അച്ഛനും എൻ്റെ കൂടപ്പിറപ്പുകൾക്കും അറിയാം, അത് മാത്രം മതി എനിക്ക്, ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ഇതൊരു കുടുംബമായി തന്നെ അങ്ങനെ നിലനിൽക്കണം അച്ഛ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പം ഇത്തിരി വിഷമത്തോടെയാണ് ബാലേന്ദ്രൻ അതെല്ലാം കേട്ടി നിൽക്കുന്നത്. പിന്നെ കാണിക്കുന്നത് രാവിലെ മനു എഴുന്നേറ്റ് ഫ്രണ്ടിൽ വന്നിരിക്കുമ്പം ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് അങ്ങോട്ട് രഞ്ജു ചെല്ലുവാണ്. അന്നേരം അത് മനുവിനുള്ള ചായയാണ് എന്ന് കരുതി മനു കൈ നീട്ടും. അന്നേരം രഞ്ജു പറയും, അയ്യോ, ഇത് മനുവേട്ടനുള്ള ചായയല്ല, എനിക്കുള്ള ചായയാണ് എന്ന്. അന്നേരം മനു പിന്നെയും ചോദിക്കും, അതെന്താ അങ്ങനെ, രാവിലെ എനിക്കൊരു ചായ ഉള്ളതാലോ എന്നും, അത് ഇന്നില്ലേ എന്ന് ചോദിക്കുമ്പം, അതെനിക്കറിയത്തില്ല, ഞാൻ അടുക്കളയിൽ ചെന്നപ്പം സോസ്പാൻ്റെ അകത്ത് ഇത് ഇത്രയും ചായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ ചൂടാക്കി എടുത്തു എന്ന് പറയും. അന്നേരം മനു ചോദിക്കും, അതെന്താ അമ്മ എഴുന്നേറ്റില്ലേ എന്ന്. അന്നേരം എഴുന്നേറ്റില്ലെന്ന് തോന്നേ, മുറിയിൽ പോയി നോക്കിയില്ല, എന്താ സംഭവം എന്ന് അറിയത്തില്ല എന്ന് പറയുമ്പം മനു ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ പുതിയ രീതികളാണല്ലോ എന്ന്. എന്നിട്ട് മനു ചോദിക്കും, വൈജാൻറ്റി എഴുന്നേറ്റോ എന്ന്. അന്നേരം അതും ഞാൻ നോക്കിയില്ല എന്ന് രഞ്ജു പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കുമാണ് മനുവിൻ്റെ ഫോണിലേക്ക് ബബിത വിളിക്കുന്നത്. അന്നേരം, അയ്യോ, രാവിലെ ബബിത വിളിക്കുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ
നിന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടായിരിക്കും കൂടി എന്ന് പറയുമ്പോൾ ഇല്ലെന്നേ എൻ്റെ ഫോണിൽ വിളിച്ചിട്ടൊന്നുമില്ല, അത് മനുവേട്ടനുള്ള കോള് തന്നെയാണ്, എടുത്തു എന്ന് പറയും. എന്നിട്ട് പറയുവാണ് ഞാൻ പോവുകയാണ്, ഇന്നത്തെ ഈ ആഴ്ച ഇനി ഇതുപോലുള്ള വലിയ വലിയ സംഭവങ്ങൾ കേൾക്കാനുള്ള ശക്തി എനിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് രഞ്ജു പോകുന്നത്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം പറയാനാണ് ബബിത വിളിക്കുന്നത് എന്ന് അവർ നേരത്തെ അങ്ങ് ഊഹിച്ചു. ഏതായാലും ഫോൺ എടുത്തിട്ട് മനു എന്താ ബബു മോളെ എന്താ പ്രശ്നം എന്നാ ചോദിക്കുന്നത്. അന്നേരം ബബിത ചോദിക്കും അതെന്താ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് മനുവേട്ടനെ വിളിക്കാവുള്ളൂ, അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പം മനു പറയും അല്ല നീ എന്നെ വിളിക്കാറില്ലല്ലോ, പിന്നെ ഇത്ര രാവിലെ എന്നെ വിളിച്ചപ്പം എന്തെങ്കിലും പ്രശ്നം കാണും എന്ന് ഞാൻ അങ്ങ് ഊഹിച്ചതാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ബബിത വിഷമത്തോടെ ഇങ്ങനെ പറയുവാണ് അലീന ചേച്ചി ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു എന്ന്. അത് കേൾക്കുമ്പം മനുവിൻ്റെ മുഖം പെട്ടെന്ന് മാറുന്നുണ്ട്, മനുവിന് വിഷമമാണ്. എങ്കിലും മനു പറയും അത് അവളെടുത്ത തീരുമാനമല്ലേ, അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണ്ടേ, ഇതുവരെ അവളെടുത്ത തീരുമാനങ്ങൾ കൊണ്ട് നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് നന്മയേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തെ നമ്മൾ ബഹുമാനിക്കണം എന്ന് പറയുവാണ്. അന്നേരം ഇത്തിരി വിഷമത്തോടെ ബബിത ചോദിക്കും മനുവേട്ടൻ അറിയായിരുന്നോ അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ല എന്നുള്ള കാര്യം അറിയായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം മനു തിരിച്ചു ചോദിക്കും നിനക്ക് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല, കാരണം ഞാനും അങ്കിളും തമ്മിലുള്ള ബന്ധം നിനക്കറിയാം, അലീനയെക്കുറിച്ച് ഞാനും അങ്കിളും തമ്മിൽ ഡിസ്കസ് ചെയ്യാത്ത, ഞങ്ങളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത ഒരു രഹസ്യങ്ങളുമില്ല, എല്ലാം പരസ്പരം അറിയാം എന്ന് പറയുവാണ്. അന്നേരം ഇത്തിരി പരിഭവത്തോടെ ബബിത പറയുവാണ് അപ്പം എല്ലാവർക്കും അറിയായിരുന്നു, എല്ലാം എനിക്ക് മാത്രമൊന്നും അറിയത്തില്ലായിരുന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം മനു ചോദിക്കും അതറിയാത്തതായിരുന്നോ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പം ബബിത പറയും അതല്ല, അലീന ചേച്ചി ഇവിടുന്ന് പോകരുത്, അലീന ചേച്ചി ഇവിടുന്ന് പോകുന്നത് എനിക്കിഷ്ടമല്ല, പോകാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, മനുവേട്ടനൊന്ന് സംസാരിക്കാവോ എന്ന് ചോദിക്കുവാണ്. അന്നേരം മനു പറയും അവൾ എന്തിനാണ് ആ വീട്ടിൽ നിന്ന് പോകുന്നത് എന്ന് നിനക്കറിയത്തില്ലേ, അവൾ അവിടുന്ന് പോയാൽ മാത്രമേ ആൻറ്റി അങ്ങോട്ട് തിരിച്ചു വരുവുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ തരാൻ വേണ്ടിയാണ് അവൾ അവിടുന്ന് പോകുന്നത് എന്ന് പറയുമ്പം ബബിത ഇത്തിരി ദേഷ്യത്തോടെ പറയുവാണ് അമ്മ അങ്ങനെ തിരിച്ചു വരുവാണെങ്കിൽ വരട്ടെ, അമ്മയ്ക്ക് അമ്മയുടെ പഴയ കുടുംബമല്ലേ വേണ്ടത്, അപ്പം ഞങ്ങളും ആ പഴയ രീതിയിൽ തന്നെ ആയിക്കോളാം, അമ്മയ്ക്ക് പഴയ കുടുംബം അങ്ങ് കൊടുക്കാം എന്നിങ്ങനെ ഇത്തിരി ദേഷ്യത്തോടെ പറയുക. അന്നേരം മനു പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അലീന അവിടുന്ന് പോയാലും ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് 3 പേർക്കും പ്രാപ്തിയായി എന്നുള്ള സമാധാനത്തോടു കൂടിയാണ് അലീന അവിടുന്ന് പോകുന്നത്, അതിന് നീയായിട്ടൊരു വിള്ളൽ ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയും. എന്നിട്ട് പിന്നെയും വിഷമത്തോടെ ഇങ്ങനെ പറയുക മനുവേട്ടനെ ഒന്ന് ചോദിച്ചു നോക്കാവോ അലീന ചേച്ചി ഇവിടുന്ന് പോകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. അന്നേരം മനു പറയും അവൾ പോകാൻ തീരുമാനിച്ചതാണെങ്കിൽ അവൾ പോകും, പിന്നെ വെറുതെ ഒന്ന് സംസാരിച്ച് നോക്കാം അത്രേ ഉള്ളൂ, പിന്നെ നീ വിഷമിക്കുകയൊന്നും വേണ്ട, നമുക്കിതെല്ലാം ശരിയാക്കി എടുക്കാമെന്നേ, നീ സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് ഫോം വയ്ക്കുന്നത്. ഏതായാലും ആ ഫോം വെച്ച് കഴിഞ്ഞ് ബബിത ഇങ്ങനെ ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. ഈ സമയം മനുവിന് ഒരു കപ്പ് ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നുണ്ട് രഞ്ജു. അന്നേരം അതൊന്ന് കുടിച്ചു നോക്കിയിട്ട് ഇത് ആരാ ഇട്ടത് എന്ന് വയ്ക്കും. അന്നേരം ഒരു കപ്പ് ചായ ഇടാനൊക്കെ എനിക്കറിയാം എന്ന് പറയുമ്പോൾ മനു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും ഞാൻ പ്രതീക്ഷിച്ച അത്രയും മോശമായില്ല എന്ന്. അന്നേരം രഞ്ജു പറയുന്നുണ്ട് മര്യാദയ്ക്ക് കുടിച്ചാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനിയും ചായ ഇട്ട് തരും, അല്ലെങ്കിൽ ആ ചായ ഞാനങ്ങ് കട്ട് ചെയ്യുമെന്ന്. അന്നേരം വേണ്ടായേ നല്ല ചായയാണ് എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന മനുവിനെ കാണിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഗോവർദ്ധനെയാണ്. ഗോവർദ്ധൻ വീട്ടിലോട്ട് വരുന്നു. അന്നേരം പോയി വാതിൽ ഓർക്കുന്ന അലീനയാണ്. അന്നേരം ബാലേട്ടൻ മുകളിലില്ലേ, എന്നോട് വരാൻ പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ മുകളിലുണ്ട്, വാ കയറി വാ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറുക. കയറുന്നതിൻ്റെ കൂടെ ഗോവർദ്ധൻ ചോദിക്കും ഇവിടുന്ന് ചേച്ചി പിണങ്ങി പോയല്ലേ കൊല്ലപ്പള്ളിക്ക് എന്ന് ചോദിക്കുമ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയും. എന്നിട്ട് നിങ്ങളെ വിളിക്കാൻ പോയിട്ട് എന്താ വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നടന്നില്ല അങ്ങളെ എന്ന് പറയുമ്പം ഗോവർദ്ധൻ പറയുന്നുണ്ട് ശരിക്കും ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഏട്ടന് ഇത്തിരി മനസ്സമാധാനം കിട്ടും എന്ന്. അന്നേരം അലീന ചോദിക്കും അതെന്താ അങ്ങനെ ഒരു പറച്ചിൽ, ഞാൻ വരുന്നതിന് മുമ്പ് ഇവർ വലിയ പ്രശ്നങ്ങളില്ലാതെയല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് ചോദിക്കുവാണ്. അന്നേരം ഗോവർദ്ധൻ പറയുവാണ് അങ്ങനെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയി എന്ന് കരുതി മനസ്സമാധാനം വേണമെന്നൊന്നും ഇല്ലല്ലോ, ഒരു കാരണവും ഇല്ലാതെ ചേച്ചി മുഖം വീർപ്പിക്കും, അതെങ്ങനെയാണ് ചേച്ചിയുടെ മൂഡ് മാറുന്നത് എന്ന് ദൈവം തമ്പുരാന് പോലും അറിയത്തില്ല, മുകളിലിരിക്കുന്ന എൻ്റെ ഏട്ടനും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല, ആ ഒരവസ്ഥയായിരുന്നു എന്ന് പറയും. എന്നിട്ട് എന്തായാലും ഞാൻ പോയി ഏട്ടനെ കാണാം, എനിക്കൊരു ഗ്ലാസ് ചായ തിളപ്പിച്ച് തന്നെ കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഗോവർദ്ധൻ മുകളിലോട്ട് കയറി പോകുന്നത്. അങ്ങനെ ഗോവർദ്ധൻ റൂമിലോട്ട് ചെല്ലുമ്പം എന്തൊക്കെയോ കണക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ബാലേന്ദ്രൻ. അന്നേരം എന്താ ഏട്ടാ വരാൻ പറഞ്ഞത്, ഒരു യാത്രയുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെങ്ങോട്ടാണ് എന്ന് ചോദിക്കുവാണ്. അന്നേരമാണ് ബാലേന്ദ്രൻ പറയുന്നത് നമ്മുടെ യാത്ര ആദ്യം നീലഗിരിയിലോട്ടാണ്, അത് കഴിഞ്ഞ് അവിടുന്ന് പുനലൂർ വരെ ഒന്ന് പോകണം എന്ന് പറയും. അന്നേരം ഗോവർദ്ധൻ ചോദിക്കും ഇത് നല്ല ദൂരമുള്ള സ്ഥലങ്ങളാണല്ലോ, ഇങ്ങോട്ടൊന്നും നമ്മൾ ഇതുവരെ പോയിട്ടില്ലല്ലോ, എന്താണ് ആവശ്യം എന്ന് ചോദിക്കുവാണ്. അന്നേരം ഗോവർദ്ധൻ പറയും ഞാൻ ആദ്യം പോകണം എന്ന് പറഞ്ഞത് പുനലൂർ നീലഗിരിയാണല്ലോ, എനിക്ക് അവിടെ പോയിട്ട് വൈജയുടെ മൂത്ത ആങ്ങളെ ഒന്ന് കാണണം എന്ന് പറയും. അതെന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് എന്ന് പറയും.
പിന്നെ ഗോവർദ്ധൻ പറയുന്നുണ്ട് ഇത് ദൂരെ കൂടുതലല്ലേ, അങ്ങനെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഫോൺ വിളിച്ച് ചോദിച്ചാൽ പോരെ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും അങ്ങനെ ചോദിച്ചാൽ പോരാ, എനിക്ക് നേരിട്ട് കണ്ട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കണം, അല്ലെങ്കിൽ അവർ നുണ പറയും. ചിലരങ്ങനെയാണ്, മുഖത്തോട് മുഖം നോക്കി കാര്യങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ നുണ പറയും എന്ന് പറയുവാണ്. അന്നേരം നമുക്ക് പോകാം എന്ന് പറയുന്നു ഗോവർദ്ധൻ. അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങനെ പോകുന്നത് എന്ന്, എന്താണ് അറിയേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് അലീന ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു, അവളെ അങ്ങനെ ചുമ്മാ അങ്ങ് നമുക്ക് ഇറക്കി വിടാൻ പറ്റത്തില്ല, ഇതിനേക്കാൾ മോശമല്ലാത്ത ഒരു സ്ഥലത്ത് അവളെ എത്തിക്കണം, അതിനു വേണ്ടിയാണ് എന്ന് പറയുന്നു ഈ യാത്ര. അന്നേരം ഗോവർദ്ധൻ ചോദിക്കും അതെന്തിനാ അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് എന്ന്. അന്നേരം പറയുന്നുണ്ട് വൈജയന്തി ഒരു ഉപാധി വെച്ചിട്ടുണ്ട്, അവൾ ഇങ്ങോട്ട് തിരിച്ചു വരണമെങ്കിൽ അലീന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം അലീന എടുത്തത്, അത് അവളുടെ സ്വന്തം തീരുമാനമാണ്, ഞാൻ പറഞ്ഞിട്ടല്ല എന്നുകൂടി ബാലേന്ദ്രൻ പറയുന്നു. അന്നേരം ഗോവർദ്ധൻ ചോദിക്കും ആ ഒരു തീരുമാനത്തെ ഏട്ടൻ അംഗീകരിച്ചു കൊടുത്തോ, ഏട്ടൻ്റെ മകളല്ലേ, പോകാൻ പാടില്ല എന്ന ഉറച്ചൊരു തീരുമാനം ഏട്ടൻ എടുത്തു കഴിഞ്ഞാൽ അലീന ഇവിടുന്ന് പോകുമോ എന്ന് ചോദിക്കുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എടാ ഗോവർദ്ധ, ഞാനൊരു കാര്യം നിന്നോട് പറയാം, ഞാൻ എൻ്റെ മകളാണ് അലീന എന്ന് പറഞ്ഞത് ഞാൻ അവൾക്ക് തയ്പ്പിച്ചു കൊടുത്ത ഒരു ബുള്ളറ്റ് പ്രൂഫ് പോലെ ഒരു സാധനമായിരുന്നു, അത് ഇപ്പോൾ വേണ്ട എന്ന് വെച്ചു എന്ന് പറയും. അന്നേരം എന്താ ഏട്ടൻ ഈ പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എല്ലാവർക്കും സംശയമായിരുന്നല്ലോ എൻ്റെയും അലീനയുടെയും ബന്ധത്തെക്കുറിച്ച്, അങ്ങനെ സംശയങ്ങൾ കൂടി വന്നപ്പോൾ അവൾക്ക് നേരെ ആരും മോശമായിട്ടൊരു വാക്ക് പറയാതിരിക്കാൻ, അശ്ലീലത്തോടെ അവളെ നോക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് അണിയിച്ച ഒരു കവചമായിരുന്നു എൻ്റെ മകൾ എന്നുള്ളത്, അതിന് ഒരു ശക്തി പകരാൻ വേണ്ടി ഞാൻ പറഞ്ഞ കഥകളാണ് അങ്ങ് മുംബൈയിൽ വെച്ചുള്ള ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീയും അതിലെ കുട്ടിയും ഒക്കെ. ഏതായാലും ഇനി അങ്ങനെ ഒരു കവചം വേണ്ട എന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് അവളെ നല്ലൊരിടത്തേക്ക് എത്തിക്കണം, അതിനു വേണ്ടിയാണ് ഈ യാത്ര എന്നുകൂടി പറയുന്നു. അന്നേരം വിഷമത്തോടെ ഗോവർദ്ധൻ പറയുന്നുണ്ട് അലീന ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ വിഷമമാകില്ലേ, ഇനി ബാലേട്ടന് വീണ്ടും അതൊരു മാനസിക ബുദ്ധിമുട്ടാകില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ വിഷമത്തോടെ നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. ഏതായാലും നാളെ ഗോവർദ്ധൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നമ്മളുടെ യാത്ര അലീനയ്ക്ക് വേണ്ടിയാണ്, അത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട എന്ന്. അത് കഴിഞ്ഞ് ഗോവർദ്ധൻ താഴെ ഇറങ്ങി വന്നതിന് ശേഷം ഇങ്ങനെയൊരു യാത്രയുണ്ട് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അതെനിക്ക് വേണ്ടിയുള്ള യാത്രയാണ് എന്ന് എനിക്കറിയാം, എനിക്കത് ഊഹിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എന്ന്. പിന്നീട് എല്ലാവരോടും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ഭയങ്കര വിഷമിച്ചിരിക്കുക കേട്ടോ, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല ബാലേന്ദ്രന്. അലീന അവിടുന്ന് പോകുന്നത് എന്തോ ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടി വിഷമമാക്കിയിട്ടുണ്ട് ബാലേന്ദ്രനെ. അതുപോലെ ബാലേന്ദ്രൻ്റെ ആ യാത്ര കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ഇറങ്ങുമ്പോൾ മക്കളെല്ലാവരോടും ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. പിന്നീട് വൈജയന്തിയോട് സംസാരിക്കുന്ന മനുവിനെയാണ് കാണിക്കുന്നത്. അഹങ്കാരത്തിന് ഒരു ഇഞ്ച് പോലും കുറവ് വന്നിട്ടില്ല വൈജയന്തിക്ക്. വൈജയന്തി പറയുന്നുണ്ട് ഭർത്താവെന്നുള്ള നിലയിൽ എനിക്ക് ബാലേന്ദ്രനിൽ നിന്നും യാതൊരു ആനുകൂല്യവും വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന്. അന്നേരം മനു ചോദിക്കും അവിടെ 3 മക്കളില്ലേ, അവരെ ഉപേക്ഷിച്ചോ എന്ന്. അന്നേരം വൈജയന്തി പറയുവാണ് ഞാനല്ല അവരെ ഉപേക്ഷിച്ചത്, അവർ എന്നെയാണ് എന്ന്. ഇത് ഈ സാധനത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് മനു കുറച്ചുകൂടെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു. ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന വൈജയന്തിയും കാണിക്കുന്നുണ്ട്.